അസാ അൻ യകൂന ഹബീബക യൗമം മാ. അഹ്ബിബ് ഹബീബക, നിന്റെ ഹബീബിനെ നീ ഇഷ്ടപ്പെടണം. ഹൗനമ്മ, പാകത്തിന് ഇഷ്ടപ്പെട്ടാൽ മതി. അസാ അൻ യകൂന ബഗീദക യൗമം മാ, എന്നെങ്കിലും ഒരിക്കൽ അവൻ നിന്റെ ശത്രുവായേക്കാം. വഅബ്ഗിദ് ബഗീദക, നിനക്കൊരാളോട് ദേഷ്യമുണ്ടെങ്കിൽ നീ അവനോട് ദേഷ്യപ്പെട്ടാൽ മതി. ഹൗനമ്മ, പാകത്തിന്. അസാ അൻ യകൂന ഹബീബക യൗമം മാ, എന്നെങ്കിലും ഒരിക്കൽ അവൻ നിന്റെ സുഹൃത്തായേക്കാം. എത്ര സ്നേഹിക്കാൻ പാടില്ല, അതിന് കിട്ടും. എത്ര അടുപ്പുള്ള ആൾക്കാരാണെങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും തെറ്റാൻ സാധ്യതയുണ്ട് എന്ന് മുന്നിൽ കണ്ടുകൊണ്ടാണ് സംസാരിക്കേണ്ടത്. എത്ര വലിയ ദേഷ്യമുള്ള ആൾക്കാരാണെങ്കിലും എപ്പോഴെങ്കിലൊക്കെ ഒന്ന് നന്നാവാൻ സാധ്യതയുണ്ട് എന്നത് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം ദേഷ്യം പ്രകടിപ്പിക്കേണ്ടത്. ഇഷ്ടം. ഞാൻ പറഞ്ഞതിലെ പ്രധാന ഭാഗം ഒന്ന് ആവർത്തിക്കണമെന്ന് സംഘാടകർ പറഞ്ഞു. ഞാൻ പറയുന്നത്, ഒരു പെണ്ണ് അല്ലെങ്കിൽ ഒരാണ് ഒരു പെൺകുട്ടിനെ തട്ടിക്കൊണ്ടുപോവുകയാണ്. തട്ടിക്കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ഏഷ്യടപ്പ് വന്നിട്ടുള്ള മാതിരി ഇങ്ങനെ ഭയങ്കര തട്ടിയിട്ട് ഇങ്ങനെ കൊണ്ടുപോകാന്നല്ല. പിന്നെ പുറത്ത് വന്നിട്ടൊന്നും ഇങ്ങനെ തട്ടും, അപ്പോൾ കൂടെ ഇങ്ങനെ പോകും. അതാണ് തട്ടിക്കൊണ്ടുപോകല്. അല്ലെങ്കിൽ ഒരു പെൺകുട്ടി വേറൊരു ചങ്ങായിയുടെ കൂടെ ഇറങ്ങി പോവുക. ഒരു ദിവസം നേരം വെളുക്കുമ്പോൾ 4 ദിവസം കൊണ്ട് നടക്കുന്ന ഒരു പരിപാടിയല്ല. 5 ഘട്ടങ്ങൾ കഴിഞ്ഞാണ് ഒരു പെണ്ണ് ഒരാണിന്റെ കൂടെ പോകുന്നത്, അല്ലെങ്കിൽ ഒരാണൊരു പെണ്ണിനെ കൊണ്ടുവരുന്നത്. ഒന്നാമത്തത് ഫസ്റ്റ് ഉണ്ടാകുക മുആയനത്ത് എന്ന് പറയുന്ന ഒരു ഘട്ടമാണ്. മുആയനത്ത് എന്ന് പറഞ്ഞാൽ കാണുക, ഇഷ്ടപ്പെടുക. ഇതാണ് ആദ്യം ഉണ്ടാകുക. അത് തിരിച്ചറിയാനുള്ള വഴികളെ കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മുടെ കുട്ടികൾ വീട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ അവരുടെ സംസാരം ശ്രദ്ധിച്ചാൽ 1-ാം ഘട്ടമുണ്ടോ എന്ന് നമുക്ക് കിട്ടും. അതിനെന്ത് വേണമെന്നാ പറഞ്ഞത്? സംസാരം കേൾക്കാൻ വാപ്പാക്കും ഉമ്മാക്കും ഒഴിവ് വേണം എന്നാണ് പറഞ്ഞത്. അതിന് നമുക്ക് ആദ്യം ഒഴിവ് വേണം, കുട്ടികളെ വർത്താനൊന്നും കേൾക്കാൻ. ഒഴിവില്ലെങ്കിൽ എന്താ ഉണ്ടാവുക? ഒഴിവുള്ളവരോട് പറയും. നമ്മൾ ഈ ബസ്സിലും ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചില ആൾക്കാർ ഇങ്ങനെ 1/2 മണിക്കൂർ 3/4 മണിക്കൂറൊക്കെ ഫോണിൽ ഇങ്ങനെ സംസാരിക്കണേക്കാം. അപ്പൊ അങ്ങനെ അടുത്തിരുന്നിട്ട് എന്താ പേര് പറഞ്ഞത് നോക്കിയാൽ മതി. എന്തേക്കാരം പറയാ, എന്നിട്ട് പിന്നെന്താ, എന്നിട്ട് വേറെന്തേലും ഉണ്ടോ, എന്നിട്ട് പിന്നെന്താ, ഇതാണ് ഈ 1/2 മണിക്കൂർ പറയണേ. ശ്രദ്ധിച്ചോക്കൊണ്ട് നിങ്ങൾ. ഈ എന്നിട്ട് പിന്നെന്താ, വേറെന്തേലും ഉണ്ടോ, എന്നിട്ട് പിന്നെന്താ, വേറെന്തേലും ഉണ്ടോ, ഇതാണ് 1/2 മണിക്കൂർ പറയാനുള്ള സംഗതി. അത് കുട്ടികൾക്കൊക്കെ പറയാണ്ട് കേൾക്കാൻ വാപ്പിയും ഉമ്മയും തയ്യാറുണ്ടെങ്കിൽ മറ്റാരോടും പറയില്ല. എന്നിട്ട് പിന്നെന്താന്ന് വാപ്പാടും മാടും ഇങ്ങനെ ഒന്ന് പറഞ്ഞോളും. അവർ കേൾക്കാൻ തയ്യാറായാൽ മതി. കേൾക്കാൻ തയ്യാറില്ലെങ്കിലോ മീൻകാരനോ ഓട്ടോറിക്ഷക്കാരനോ തയ്യാറാവുമ്പോൾ ഓരോട് എന്നിട്ട് പിന്നെന്താന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാവർക്കും ഇത്ര തോന്നെ നേരം പറയാനുള്ളത്. എല്ലാ ദിവസവും 1 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ ഫോൺ ചെയ്തിട്ട് കൂടുതൽ പറയാനൊന്നും ഉണ്ടാവില്ലല്ലോ. അതുകൊണ്ട് വലിയ മാറ്ററൊന്നും ഉണ്ടാവില്ല. എല്ലാ മാറ്ററും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് കേൾക്കാൻ വാപ്പിയും ഉമ്മയും തയ്യാറുണ്ടെങ്കിൽ വേറെ ആരോടും പറയില്ല. നമ്മൾ തയ്യാറില്ലെങ്കിൽ തയ്യാറുള്ളവരോട് പറയും. അതുകൊണ്ട് ആദ്യം വേണ്ടത് കേൾക്കാൻ തയ്യാറെടുക്കുക എന്നതാണ്. കേൾക്കുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം? പ്രണയരോഗം തുടങ്ങുന്നത് ഫിസിക്കൽ അട്രാക്ഷൻ എന്ന് പറയുന്ന മുആയനത്തിലൂടെയാണ്. കാഴ്ചയിൽ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ആദ്യം ഉണ്ടാകുന്നത്. മനുഷ്യന്റെ വിവരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിദാനങ്ങളാണ് ഒന്ന് കേൾവിയും മറ്റൊന്ന് കാഴ്ചയും. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. കലർത്തപ്പെട്ട ഇന്ദ്രിയത്തിൽ നിന്ന് മനുഷ്യനെ നാം സൃഷ്ടിച്ചിരിക്കുന്നു. എന്നിട്ട് എന്തിനാണ് അവനെ സൃഷ്ടിച്ചത്? നബ്തലീഹി, പരീക്ഷിക്കാൻ വേണ്ടിയാണ്. പരീക്ഷയ്ക്ക് വേണ്ടി എന്താണ് അവനിൽ ഏർപ്പാട് ചെയ്തിട്ടുള്ളത്? ഫജഅൽനാഹു സമീഅൻ ബസീറാ, അവനെ കേൾവിയുള്ളവനും കാഴ്ചയുള്ളവനും ആക്കി എന്നതാണ് പരീക്ഷിക്കാനുള്ള വസ്തു. അല്ലാഹു തആല നമ്മൾക്ക് നേരത്തെ വെച്ചിട്ടുള്ള 2 ചോദ്യപേപ്പറാണ്. ഒന്ന് കേൾവിയും മറ്റൊന്ന് കാഴ്ചയും. കേൾവിയെ ആദ്യം പറയാനുള്ള കാരണം എന്താണ്? കാഴ്ചയുടെ സാധ്യതയേക്കാൾ കേൾവിയുടെ സാധ്യത മുന്തി നിൽക്കുന്നു എന്നതാണ് ആദ്യം പറയാനുള്ള കാരണം. ഈ മതിലിന്റെ അപ്പുറത്തു നിന്നുള്ള ശബ്ദം കേൾക്കാം, പക്ഷെ കാണാൻ കഴിയില്ല. കേൾവിയുടെ സാധ്യത കാഴ്ചയുടെ സാധ്യതയേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് സംസാരത്തിൽ കേൾവിയുടെ സാധ്യതയാണ് ആദ്യം നോക്കേണ്ടത്. നമ്മുടെ കുട്ടി വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ, എത്രാം ക്ലാസ്? 6-ാം ക്ലാസ് ഉദാഹരണം, അല്ലെങ്കിൽ 7-ാം ക്ലാസ്. 7-ാം ക്ലാസ്സിലെ നമ്മളെ മോള് വന്നിട്ട് ഇങ്ങനെ പറയാണ്, എന്റെ ക്ലാസ്സിൽ എക്സ് എന്ന് പേരായ ഒരു കുട്ടിയുണ്ട്. എക്സ് എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ട്, നല്ല തടിയാണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നല്ല ഉഷാറുള്ള പാട്ടാണ് എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ നല്ല സ്വഭാവമാണ് എന്ന് പറഞ്ഞു, എന്നും പുതിയ തുണിങ്കുപ്പായ എടുത്തിട്ട് വരും എന്ന് പറഞ്ഞു. ഇങ്ങനെ ആകർഷിക്കപ്പെടുന്ന എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ 1-ാം ഘട്ടത്തിൽ അത് പ്രശ്നമല്ല.
പക്ഷെ പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കണം. ഒരു കുട്ടിന്റെ പാട്ട് വേറെ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പ്രശ്നമല്ല. ഒന്നാം ഘട്ടം എന്ന് പറയുന്നത് പ്രശ്നമല്ല, പക്ഷെ അത് പ്രശ്നത്തിലേക്ക് പോകുന്നുണ്ടോ എന്ന് നോക്കണം. ഒരു കുട്ടിയുടെ സ്വഭാവം വേറൊരു കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് പ്രശ്നമല്ല. ഒരു കുട്ടിയുടെ പെരുമാറ്റ രീതി മറ്റൊരു കുട്ടിക്ക് ഇഷ്ടപ്പെട്ടു എന്നത് പ്രശ്നമല്ല. പ്രശ്നത്തിലേക്ക് പോകുന്നത് രണ്ടാം ഘട്ടത്തിലേക്കാണ്. ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ താല്പര്യം തോന്നുന്നതാണ് മുലാഖാത്ത് എന്ന് പറയുന്ന രണ്ടാം ഘട്ടം. ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ കൂടുതൽ സമയം ചെലവഴിക്കാൻ വേണ്ടി താല്പര്യപ്പെടും. അതെങ്ങനെയൊക്കെയാണ്? അത് രണ്ടു തരത്തിലുണ്ടാവും. ഒന്നുകിൽ പോയിട്ടും മറ്റൊന്ന് പോകാതെയും ഉണ്ടാവും. അതായത് ഒരസുഖമില്ല, എനിക്ക് തലവേദനയാണ്, ഇന്ന് ഞാൻ പോണില്ല സ്കൂൾക്ക്. 7ാം ക്ലാസ്സിലാണ് കുട്ടി. നേരത്തെ ഇങ്ങനെ പറയും ചെയ്തിട്ടുണ്ട്. 2-3 ദിവസം തുടർച്ചയായി ഒരു എക്സ് എന്ന കുട്ടിയെ കുറിച്ച് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ഒരു ദിവസം തലവേദന അഭിനയിച്ച് കുട്ടി സ്കൂളിൽ പോകുന്നില്ലെങ്കിൽ വാപ്പ അന്വേഷിക്കണം, എക്സ് എന്ന കുട്ടി ഇന്ന് വന്നിട്ടുണ്ടോ ഇല്ലയോ സ്കൂളിലെ. കാരണം നമ്മൾ പറഞ്ഞ രണ്ടാം ഘട്ടം മുലാഖാത്ത് എന്ന് പറഞ്ഞത് പോയിട്ടുമാകാം പോകാതെയും ആവാം. തുല്യമാവാനുള്ള ഒരു ശ്രമമാണ്. ആ തുല്യമാവാനുള്ള ഒരു ശ്രമം എന്ന് പറഞ്ഞത് ഒന്നുകിൽ പോയി കൊണ്ടാവാം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം. സ്ഥിരമായി 9:35 ബസ്സിനാണ് പോയിരുന്നത്. ആ ബസ്സിൽ തിരക്കാണെന്നോ മറ്റോ കാരണം പറഞ്ഞിട്ട് നാളെ മുതൽ ഞാൻ 9:50 പോണത് എന്ന് പറയുമ്പോ 9:50 പോക്ക് മാറ്റിയ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നതും, നേരത്തെ ശബ്ദം ആകർഷിച്ചിരുന്നു, സ്വഭാവം ആകർഷിച്ചിരുന്നു, സംസ്കാരം ആകർഷിച്ചിരുന്നു എന്ന് പറഞ്ഞ കുട്ടിയും അതുപോലെ ചെയ്യുന്നുണ്ടോ എന്നും വാപ്പയും ഉമ്മയും നിരീക്ഷിക്കേണ്ടതുണ്ട്. വാപ്പിമ്മി ആകുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമുള്ള കാര്യമാണ്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്ന ദാതാവാണ്. എവിടുന്ന രക്ഷിക്കുന്നത്? നരകത്തുനിന്നാ രക്ഷിക്കുന്നത്. കുറച്ച് പണി ഉണ്ടാവും അതിന്, കുറച്ച് പണിയുള്ള കാര്യമാണ്. ഇത് നിരീക്ഷിക്കണം. രണ്ടാം ഘട്ടത്തിലേക്ക് പോകുന്നുണ്ടോ നിരീക്ഷിക്കണം. മൂന്നാം ഘട്ടമാണ് മുത്താബഅത്ത് എന്ന് പറയുന്ന ഘട്ടം. മുത്താബഅത്ത് എന്ന് പറഞ്ഞാൽ തുല്യമാവാനുള്ള ശ്രമമാണ്. തുല്യമാവാനുള്ള ശ്രമം. പല വിഷയത്തിലും തുല്യമാവാൻ ശ്രമിക്കും. എങ്ങനെ തുല്യമാവാൻ ശ്രമിക്കുക? വെള്ളക്കുപ്പായം സ്ഥിരമായി ധരിച്ചിരുന്ന ആൾക്ക് പെട്ടെന്ന് കണ്ടുക്കണം നീലക്കുപ്പായത്തോടൊരിഷ്ടം. നീലക്കുപ്പായത്തെ ഇഷ്ടപ്പെട്ടിരുന്ന വ്യക്തിക്ക് പെട്ടെന്ന് കണ്ടുക്കണു ചുവപ്പ് കുപ്പായത്തിലേക്ക് ഇഷ്ടം മാറുന്നു. എന്നാ എങ്ങനെ ഈ മാറിയതെന്ന് നോക്കണം. തുല്യമാവാനുള്ള ശ്രമമാണ്. തുല്യമാവാനുള്ള ശ്രമമാണ്. 10ാം ക്ലാസ് വരെ പഠിക്കുമ്പോൾ SSLC കഴിഞ്ഞിട്ട് കൊമേഴ്സിന് പോകണം എന്നാണ് ഉണ്ടായിരുന്നത്. ഇടക്കാലത്ത് വെച്ചിട്ട് അത് ഹ്യൂമാനിറ്റീസിന് പോയാൽ മതി എന്ന് മാറുകയാണെങ്കിൽ ക്ലാസ്സിൽ വേറെ ആർക്കെങ്കിലും ഇങ്ങനെ മാറിയിട്ടുണ്ടോ നോക്കണം എന്ന് തുല്യമാവാനുള്ള ശ്രമമാണ് മൂന്നാമത്തേത്. മുത്താബഅത്ത്. 5 ഘട്ടങ്ങൾക്കറിയാതെ ഒരു കുട്ടിയും ചാടിപ്പോവില്ല. ഒരു കുട്ടിയും ചാടിപ്പോവില്ല. ഇതാണ് മൂന്നാം ഘട്ടം. 4ാം ഘട്ടം എന്ന് പറയുന്നത് മുജാഹദത്ത് എന്ന ഘട്ടമാണ്. മുജാഹദത്ത് എന്ന് പറഞ്ഞാൽ പരിശ്രമമാണ്. പരിശ്രമം എന്ന് പറഞ്ഞാൽ ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധതയാണ് 3ാം ഘട്ടം ഉണ്ടാകുക. സ്കൂൾക്ക് പോകുമ്പോൾ സ്ഥിരമായിട്ട് ഓരോ പേനയെ കൊണ്ടുപോയിരുന്നത് പെട്ടെന്ന് കണ്ടുക്കണു 2ഉം 3ഉം പേനയിട്ട് പോകണു. എന്തിനാന്ന് ചോദിച്ചോ പറഞ്ഞു പേനയില്ലാത്ത ആർക്കെങ്കിലും എഴുതാൻ കൊടുക്കാലോ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? മുജാഹദത്താണത്, പരിശ്രമമാണ്. അങ്ങനെ മാത്രല്ല, സ്കൂളിട്ട് വന്നപ്പോ വേറൊരു കുട്ടിന്റെ നോട്ടീസ് കയറ്റി വന്നിട്ടുണ്ട്. എന്തിന്? എഴുതി കൊടുക്കാനേ. ത്യാഗം ചെയ്യാനുള്ള സന്നദ്ധത ആർക്ക് വേണ്ടി? ആദ്യം പറഞ്ഞ എക്സ് എന്ന കുട്ടിക്ക് വേണ്ടിയായിരിക്കണം. അപ്പൊ ഈ ഘട്ടങ്ങൾ കഴിഞ്ഞ് മുജാഹദത്ത് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് അതെത്തിയിട്ടുണ്ടാവും. ഇങ്ങനെ വരിക. 5ാമത്തതാണ് മുലാബത്ത് എന്ന് പറയുന്ന ഘട്ടം. മുലാബത്ത് എന്ന് പറയുന്ന ഘട്ടത്തിലേക്ക് എത്തിക്കഴിയുമ്പോൾ കുട്ടിയുടെ ശരീരത്തിൽ ഒരു പ്രത്യേകമായ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. പ്രത്യേകമായ ഒരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും. സ്നേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോൺ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഡോപ്പമിൻ എന്ന് പേരായ ഒരു ഹോർമോൺ ശരീരത്തിൽ. നമുക്ക് ദേഷ്യം ഉണ്ടാവുമ്പോൾ ശരീരത്തിൽ ഉണ്ടാവുന്ന ഹോർമോണുണ്ട്. അസൂയ ഉണ്ടാവുമ്പോൾ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണുകളുണ്ട്. എന്നാൽ സ്നേഹമുണ്ടാകുമ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോണാണ് ഡോപ്പമിൻ എന്ന ഹോർമോൺ. ഡോപ്പമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു. ഡോപ്പമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്തു എന്ന് തിരിച്ചറിയാനുള്ള വഴി എന്താ? ഞാനീ പറഞ്ഞത് നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം. ഡോപ്പമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്താൽ ഡോപ്പമിൻ ഹോർമോണിന്റെ സാന്നിധ്യമുള്ള വസ്തുക്കളോട് പ്രിയം ചെയ്യും. ഉദാഹരണം ചോക്ലേറ്റ്. ചോക്ലേറ്റിലാണ് ഡോപ്പമിൻ ഹോർമോൺ ഉള്ളത്. പ്രണയ ജോഡികൾ ചോക്ലേറ്റ് കഴിക്കുന്നതിന്റെയും ചോക്ലേറ്റ് കൈമാറുന്നതിന്റെയും പിന്നിലെ രഹസ്യം അതാണ്. ഓരോന്നിനും ഓരോ സംഗതികളുണ്ട്. ഭയങ്കര ദേഷ്യമുള്ള ഒരാളാണ്, പാരമ്പര്യമായിട്ട് തന്നെ ദേഷ്യമുണ്ട്. എന്നാൽ വീട്ടിൽ ചുവന്ന മുളക് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവും. കാരണം ചുവന്ന മുളകിൽ ആ സാധനമുണ്ട്. അതിന് മാറ്റിയിട്ട് പച്ചമുളകും ചീനളകും കുരുളകും ഇഞ്ചി ആക്കിയാലോ മെല്ലെ മെല്ലെ. ഒരു ദിവസം കൊണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്, ഒരു ദിവസം കൊണ്ടല്ലല്ലോ ഉണ്ടായത്. കുറെ കാലങ്ങൾ കൊണ്ടാണ് ഉണ്ടായത്. കുറെ കാലങ്ങൾ കൊണ്ട് അത് മാറിപ്പോവും.
ഞാൻ ഈ വെറുതെ പറയുന്നല്ല, ഭയങ്കര ദേശക്കാരൊക്കെ പെരേത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഭക്ഷണത്തിൽ ചുവന്ന മുളക് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടാവും. കാരണം ചുവന്ന മുളകിൽ ദേഷ്യപ്പെടുത്തുന്ന സാധനമുണ്ട്, എന്നാൽ ഇഷ്ടപ്പെടുത്തുന്ന സാധനമുള്ളത് കൊക്കപ്പഴത്തിലാണ്. 40,000 ടണ്ണ് കൊക്കപ്പഴമാണ് കൊക്കക്കോള കമ്പനി ഇന്ത്യയിൽ ഒരു വർഷം ഇറക്കുമതി ചെയ്യുന്നത്. കൊക്കക്കോളയിൽ ചേർക്കാൻ വേണ്ടി മാത്രം. അങ്ങനെ ഓരോ സാധനങ്ങളിലുണ്ട്. ഈ ഡോപ്പമിൻ ഹോർമോൺ ഏറ്റവും കൂടുതൽ അടക്കം ചെയ്തിട്ടുള്ള സാധനമാണ് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ചോക്ലേറ്റിനോട് താല്പര്യം വരും. തിരിച്ചറിയാനുള്ള വഴികളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സാധാരണ ഇല്ലാത്ത ചോക്ലേറ്റിനോട് താല്പര്യം കൂടുതൽ വരുന്നുവെങ്കിൽ എപ്പോഴെങ്കിലും ഒരു ചോക്ലേറ്റ് എന്നതിനെ പറ്റിയല്ല ഈ പറഞ്ഞ കേട്ടോ. നഞ്ഞൊന്നു മുതൽ പെരേക്ക് പോകുമ്പോൾ ചോക്ലേറ്റ് വാങ്ങണ്ടെന്നൊന്നും തീരുമാനിക്കണ്ട. അതൊന്നും ഈ പറഞ്ഞതിന് അർത്ഥമല്ല. ചോക്ലേറ്റ് തിന്നാനും തിന്നാതിരിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. പ്രിയം കൂടുതൽ വരുന്നുവെങ്കിൽ ഡോപ്പമിൻ ഹോർമോണിന്റെ സാന്നിധ്യമുണ്ട് എന്ന് മനസ്സിലാക്കണം. ഡോപ്പമിൻ ഹോർമോൺ വന്ന എന്താ? 6 മാസമാണ് ഡോപ്പമിൻ ഹോർമോണിന്റെ കാലാവധി. 6 മാസത്തിനിടയിൽ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാകും ഒരാളുടെ ശരീരത്തിൽ ഡോപ്പമിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്താൽ. 6 മാസം മുതൽ 1 വർഷം വരെ നീണ്ടു നിൽക്കും ഡോപ്പമിൻ ഹോർമോണിന്റെ കാലാവധി. ഏകദേശം ഒരു 8 മാസം അല്ലെങ്കിൽ 1 വർഷം കഴിയുന്നതോടുകൂടി ഡോപ്പമിൻ ഹോർമോൺ നിർവീര്യമായി തുടങ്ങും. നിർവീര്യമാകുമ്പോൾ എന്ത് ചെയ്യും? പ്രണയവിവാഹങ്ങൾ തെറ്റിപ്പിരിയും. അതുകൊണ്ടാണ് 99.5% പ്രണയവിവാഹങ്ങളും തെറ്റുന്നതിന്റെ കാരണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നല്ലോണം മനസ്സിലാക്കി. ഇത് വിവാഹത്തിന്റെ ശേഷവും ഇങ്ങനെ തന്നെയാണ്. ഇത് പ്രണയത്തിന് മാത്രമല്ല, കല്യാണശേഷവും ഇങ്ങനെ തന്നെയാണ് സംഭവം. ഒരാളൊരു പെണ്ണിനെ കല്യാണം കഴിഞ്ഞു കൊടുക്കുന്നു. കല്യാണം കഴിഞ്ഞു കൊടുത്താൽ അയാളുടെ ശരീരത്തിൽ ഡോപ്പമിൻ ഹോർമോൺ ഉണ്ടാവും. ഡോപ്പമിൻ ഹോർമോണിന് മാക്സിമം കാലാവധി 1 വർഷമാണ് കിട്ടുക, പരമാവധി 1 വർഷമാണ് കിട്ടുക. 1 വർഷം വരെ ഭാര്യയും ഭർത്താവും ജീവിച്ചിരുന്ന ആ രസവും ആ നീക്കുപോക്കും സംസാര രീതിയും 1 വർഷം കഴിഞ്ഞാൽ കിട്ടൂല. അപ്പൊ പിന്നെന്ത് ചെയ്യും? അപ്പോൾ പരിശുദ്ധമായ ശരീഅത്ത് നിയമങ്ങൾ വെച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യും. അവിടെയാണ് നിയമങ്ങൾ വെക്കുന്നത്. ഭാര്യയും ഭർത്താവും ഇങ്ങനെ ജീവിക്കേണ്ടത്, ഇങ്ങനെയേ ജീവിക്കാവൂ, ഇങ്ങനെ ജീവിക്കാൻ പാടില്ല എന്ന നിയമം കൊണ്ടുവരും. എന്നാൽ പ്രണയവിവാഹത്തിൽ ഈ നിയമം പ്രയോഗവൽക്കരിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അത് തെറ്റിപ്പിരിയുന്നത്. നേരത്തെ തന്നെ ശരീഅത്തിന്റെ നിയമങ്ങൾ പാലിക്കേണ്ടി വരും എന്ന ധാരണയോടുകൂടെ കടന്നു വരുന്നതായതുകൊണ്ടാണ് വിവാഹത്തിൽ, വിവാഹ ജീവിതത്തിൽ ഡോപ്പമിൻ ഹോർമോൺ നിർവീര്യമായാലും വിവാഹം തെറ്റിപ്പിരിയാത്തതിന്റെ കാരണം. എന്നാൽ പ്രണയവിവാഹത്തിൽ കടന്നു വരുന്നത് നിയമമുണ്ടാവുമെന്ന് കരുതിയല്ല, എല്ലാ നിയമത്തെ തൊട്ടും സ്വതന്ത്രരാണ് എന്ന് കരുതിയാണ്. അത് 6 മാസത്തിന് ശേഷം പ്രതീക്ഷകൾക്കപ്പുറത്തേക്ക് പോകുന്ന സമയത്ത് അവർ തമ്മിൽ പിരിയും. വിവാഹ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കുന്നു. പക്ഷെ ശരീഅത്ത് നിയമം വെക്കുന്നു. വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. വത്തഖുല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വത്തഖുല്ലാഹ അല്ലദീ തസാഅലൂന ബിഹി, ഏതൊരു അല്ലാഹുവിനെ കൊണ്ടാണോ നിങ്ങൾ ദുആ ചെയ്യുന്നത് ആ അല്ലാഹുവിനെ നിങ്ങൾ സൂക്ഷിക്കണം. വൽ അർഹാം, കുടുംബ ബന്ധത്തെയും നിങ്ങൾ സൂക്ഷിക്കണം. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, അല്ലാഹു നിങ്ങളുടെ മേൽ നിരീക്ഷകനെ വെച്ച് നോക്കുന്ന കാര്യമാണ് കുടുംബജീവിതം. റഖീബിനെ നിശ്ചയിച്ചിട്ടുണ്ട്. കുടുംബജീവിതത്തിൽ നിങ്ങൾ എങ്ങനെയാണ് നോക്കാൻ വേണ്ടിയിട്ട് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. കുടുംബജീവിതം നിരീക്ഷിക്കാൻ വേണ്ടി അല്ലാഹു നിരീക്ഷകനെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ നിരീക്ഷകന്റെ സാന്നിധ്യം ആവശ്യമുള്ളത് ഡോപ്പമിൻ ഹോർമോൺ നിർവീര്യമാകുന്നതിനനുസരിച്ചാണ്. എത്ര കണ്ട് നിർവീര്യമാണോ അത്ര കണ്ട് നിരീക്ഷകൻ കൂടിക്കൂടി വരേണ്ടി വരും. 60 വയസ്സായ ഒരു ഉമ്മയും വാപ്പയും, ഒരു വല്യമ്മയും ഒരു വല്യപ്പി സിറ്റ് ഔട്ടിൽ ഒരുമിച്ചിരുന്ന് സംസാരിക്കുക പോലുമില്ല. പേരക്കുട്ടികൾ കാണുന്നത് അവർക്ക് മടിയായിരിക്കും. എന്താ കാരണം? ഡോപ്പമിൻ ഹോർമോണിന്റെ സാന്നിധ്യമാണത്. ഡോപ്പമിൻ ഹോർമോൺ ഉണ്ടെങ്കിൽ അവർക്ക് സംസാരിക്കാൻ ഒരു പ്രയാസം ഉണ്ടാവില്ല. അവിടെയാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം പരിശുദ്ധമായ ശരീഅത്ത് പറഞ്ഞു തരുന്നത്. 63-ാമത്തെ വയസ്സിലും പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഗ്ലാസ് പാലിങ്ങനെ കുടിച്ചിട്ട് ആ ഗ്ലാസ് താഴെ വെച്ചാല് ആയിഷ ബീവി ആ ഗ്ലാസ് എടുത്തിട്ട് നബി തങ്ങളുടെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ ചുണ്ട് വെച്ച് കുടിക്കുമായിരുന്നു. 63-ാമത്തെ വയസ്സിലും ബഹുമാനപ്പെട്ട സഫിയ ബീവി റളിയല്ലാഹു അൻഹ ഒരു കോഴിയുടെ കാലെടുത്തിട്ട് ഇങ്ങനെ കടിച്ച് താഴെ വെച്ചാൽ പുണ്യനബി ആ കോഴിയുടെ കാലെടുത്തുകൊണ്ട് സഫിയ ബീവിയുടെ ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ കടിച്ചു തിന്നുമായിരുന്നു. ഈ ചരിത്രത്തെ എന്തിനാ? ഈ ചരിത്രം ഉള്ളത് കുടുംബബന്ധം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അതുകൊണ്ട് ശരീഅത്ത് ശക്തമായ നിയമങ്ങളെ വെച്ചുകൊണ്ടാണ് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എല്ലാറ്റിലും നിയമമുണ്ട്. നീ ഭക്ഷണം കഴിച്ചാൽ നിന്റെ ഭാര്യയ്ക്ക് ഭക്ഷണം കൊടുക്കണം.
വഅൻ തക്സുവഹാ ഇദക്തസൈത, നീ വസ്ത്രം ധരിച്ചാൽ നിന്റെ ഭാര്യക്കും വസ്ത്രം ധരിപ്പിക്കണം. നീ ഭക്ഷണം പട്ടിണി എടുക്കുകയാണെങ്കിൽ രണ്ടാളും പട്ടിണി എടുക്കാം. അല്ല, ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ രണ്ടുപേരും കഴിക്കാം. വസ്ത്രം ധരിക്കുകയാണെങ്കിലോ രണ്ടുപേരും ധരിക്കുക. വസ്ത്രമില്ലെങ്കിൽ രണ്ടാളും ഒഴിവാക്കുക. ശരീഅത്ത് ഇങ്ങനെ ശക്തമായ നിയമങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നു. ഓരോ കാര്യത്തിലും നിയമം കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റളിയല്ലാഹു അൻഹു തന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിലെ ഭാര്യയും ഭർത്താവും ഒരുമിച്ച് കൂടി കഴിയേണ്ടത് എങ്ങനെയാണെന്ന് പറയുന്ന ഒരു അധ്യായം കൊണ്ടുവന്നിട്ടുണ്ട്. ആ അധ്യായത്തിന്റെ ആദ്യ ഭാഗത്ത് തന്നെ ഒരു ഹദീസിനെ മഹാനവറുകൾ കൊണ്ടുവരികയാണ്. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ അടുക്കൽ മൃഗങ്ങൾ ചെല്ലുന്നത് പോലെ ചെല്ലരുത്. നിങ്ങളുടെയും ഭാര്യയുടെയും ഇടയിൽ ചില ദൂതന്മാർ ഉണ്ടായിരിക്കട്ടെ. ഫൽയകുൻ ബൈനഹുമാ റസൂൽ, ഭാര്യന്റെയും ഭർത്താവിന്റെ ഇടയിൽ ദൂതൻ റസൂൽ ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു. സഹാബത്ത് ചോദിച്ചു, അമർ റസൂൽ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഭാര്യയുടെയും ഭർത്താവിന്റെയും ഇടയിൽ വരാനുള്ള ദൂതൻ എന്താകുന്നു? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖുബ്ലത്തു വൽ കലാം, ചുംബനവും സംസാരവുമാകുന്നു എന്ന് പറഞ്ഞു.